സർ, രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നുവെന്നാണ് തോന്നുന്നത്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ ചില സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് പിച്ചും പേയും ഒക്കെ പറയാൻ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ. നോക്കൂ സർ, ഇവിടെ എസ് ജയശങ്കറിന്റെ, നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ, ഇതിൽ നിന്ന് ഒരു 10 സെക്കൻഡോ 30 സെക്കൻഡോ കട്ട് ചെയ്ത പാകിസ്ഥാൻകാർക്ക് ആവശ്യമായ രീതിയിൽ എന്ന പോലെയാണ് ഇവിടെ രാഹുൽ ഗാന്ധി ആ വീഡിയോയെ പ്രചരിപ്പിക്കുന്നത്. അതിൽ ജയശങ്കർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തെ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന് തുല്യമാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. രാഹുൽ ഗാന്ധിയുടെ നിരന്തരമുള്ള രാജ്യത്തിനെതിരായ, കേന്ദ്ര സർക്കാരിനെതിരായ ഈ ശ്രമങ്ങളെ എങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും? ഒരു രാജ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളത് സത്യസന്ധരായ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. രാഷ്ട്രീയത്തില് സത്യസന്ധത പുലർത്തുക മാത്രമല്ല, രാഷ്ട്രഭക്തി കാണിക്കുകയും വേണം. ഇത് രണ്ടും രാജ്യം പലപ്പോഴും അളക്കാറുമുണ്ട്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ കാണുന്ന ഒരു ദയനീയ ചിത്രം, ദുഃഖകരമായ ചിത്രം രാഹുൽ ഗാന്ധിയുടെ സംശയാസ്പദമായ പ്രസ്താവനകളും നിലപാടുകളുമാണ്. അപ്പൊ നീ ഇത് സൂചിപ്പിച്ചു, ജയശങ്കറിന്റെ പ്രസ്താവനയെ വക്രീകരിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. അദ്ദേഹം ദീർഘകാലം വിദേശകാര്യ സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ അംബാസഡർ ആയിരുന്നു. നയതന്ത്ര തലത്തില് ഇത്രമാത്രം അവഗാധമായ ജ്ഞാനമുള്ള, വിവരമുള്ള നേതാക്കന്മാരും കുറവാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പാകപ്പഴ സംഭവിക്കില്ല എന്നത് ലോകത്തിന് അറിയാം, ഇന്ത്യക്ക് അറിയാം. നമ്മൾ ആ വീഡിയോ മുഴുവൻ കണ്ടതുമാണ്. പക്ഷെ ഗതികേട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അതിനെ വളച്ചൊടിക്കാൻ വളരെ വളരെ ആസൂത്രിതമായ ശ്രമം നടത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഇന്ത്യ അത് സംബന്ധിച്ച വിവരങ്ങൾ പാകിസ്ഥാനിലേക്ക് നൽകി എന്നുള്ള ഒരു വലിയ കൂടിയ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സത്യത്തിൽ അങ്ങനെ ഒരു സംശയം പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിൽ, ഇനി അങ്ങനെ തോന്നി എന്ന് തന്നെ വിചാരിക്കുക. ആ വീഡിയോ ജയശങ്കറിന്റെ ബൈറ്റ് കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ കണ്ടതാണത്. ഇനി രാഹുൽ ഗാന്ധിയുടെ വിവരക്കേട് വെച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയെങ്കിൽ അത് പരസ്യമാക്കുന്നതിന് മുമ്പ് ഒരു അന്വേഷണം നടത്തിക്കൂടെ? അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ? അദ്ദേഹത്തിന് ഒരു സംശയമുണ്ടെങ്കിൽ വിദേശകാര്യ മന്ത്രിയോടോ വിദേശകാര്യ മന്ത്രാലയത്തിലോ അന്വേഷിച്ചാൽ ക്ലാരിഫിക്കേഷൻ കിട്ടില്ലേ? ഇന്നിപ്പോ സംഭവിക്കുന്നത് എന്താ? ഈ രാഹുൽ ഗാന്ധി നടത്തിയ ഇന്ത്യ വിരുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രസ്താവന ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ചർച്ച ചെയ്യുകയല്ലേ, ആഘോഷിക്കുകയല്ലേ? പാകിസ്ഥാൻ ചാനലിലൊക്കെ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ ഘട്ടത്തില് നമ്മൾ നിശ്ചയിച്ചത് 9 ഭീകര ക്യാമ്പുകൾ ആക്രമിക്കാനാണ്. അത് തന്നെയാണ് നരേന്ദ്രമോദി ലോകത്തോട് പറഞ്ഞത്. പഹൽഗാമില് ഇന്ത്യയുടെ വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്യാൻ തയ്യാറായവരെ മാത്രമല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഞങ്ങൾ നേരിടും, ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നല്ലേ? അതിനനുസൃതമായിട്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥന്മാർ, പ്രതിരോധ സേന തയ്യാറെടുപ്പ് നടത്തിയത്. ആ 9 ഭീകര ക്യാമ്പുകളും നമ്മൾ തകർത്തു. 100ഓളം ഭീകരന്മാരെ കൊന്നു. ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഭീകരന്മാർ ഉൾപ്പെടെ അന്ന് അവിടെ കൊല്ലപ്പെട്ടു. ആ ആക്രമണം എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു എന്നത് പാകിസ്ഥാന്റെ ബേജാറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മുടെ പാകിസ്ഥാൻ പാർലമെന്റിലുള്ള ചർച്ചകളും നമ്മൾ കണ്ടതാണ്.
പക്ഷെ അവിടെ ഇന്ത്യ സ്വീകരിച്ച നിലപാടെന്താ? ഇന്ത്യ ഈ പ്രതിരോധ ഈ ഭീകര ക്യാമ്പുകൾ ആക്രമിക്കാൻ പോകുമ്പോ നമ്മുടെ അതിർത്തി കടക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അത് ഗവൺമെന്റിന്റെ നിലപാടായിരുന്നു. ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് വേണം പാകിസ്ഥാനിൽ അങ്ങ് ദൂരെയുള്ള ഭീകര ക്യാമ്പുകൾ തകർക്കാൻ. അതിന് നമ്മൾ റഫാൽ പോലുള്ള വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചു. ആധുനികമായ റോക്കറ്റുകൾ ഉപയോഗിച്ചു, മിസൈലുകൾ ഉപയോഗിച്ചു. അത് നമ്മുടെ സേനയുടെ സൂക്ഷ്മതയാണ്, നമ്മുടെ പക്കലുള്ള ആയുധങ്ങളുടെ സൂക്ഷ്മതയാണ് കാണിച്ചത്. അപ്പൊ അതിർത്തി കടന്ന് പോലും പോകാതെ പാകിസ്ഥാനെ ആക്രമിക്കണം എന്ന് തീരുമാനിച്ച രാജ്യം മുൻകൂറായിട്ട് പാകിസ്ഥാന് വിവരങ്ങൾ നൽകി എന്നുള്ള വികലമായ, എന്താ പറയാ, ഒരു അപകടം പിടിച്ച പ്രസ്താവന നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറായത് ദുഃഖകരം തന്നെയാണ്, വേദന ഉണ്ടാക്കുന്ന കാര്യം. അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്. ഞാൻ മുൻപും ചർച്ചകളിൽ പറയാറുണ്ട്, ലഡാക്കിൽ ചൈന കടന്നു വന്ന സമയത്ത് അന്ന് രാഹുൽ ഗാന്ധി നാട് മുഴുവൻ നടന്ന് പറഞ്ഞത് ലഡാക്ക് മുഴുവൻ ചൈന കൈയടക്കി എന്നാണ്. കോൺഗ്രസുകാരുടെ, നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലത്താണ് ചൈന ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ ഭൂപ്രദേശം കൈയടക്കിയത്. മോഡിയുടെ കാലത്ത് ഒരിഞ്ച് ഭൂമി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ശരിയാണ്, ലഡാക്കിൽ ചൈന ചില സാഹസങ്ങൾക്ക് മുതിർന്നു. പക്ഷെ അവര് എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു എന്നത് ഇന്ന് ചരിത്രമാണ്. ഇന്ന് ഇന്ത്യയുടെ 2014 ഇന്ത്യക്കുണ്ടായിരുന്ന മണ്ണ് മോഡി സംരക്ഷിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് കോൺഗ്രസുകാരുടെ കാലത്ത് ചൈന കൈയടക്കി ഭൂപ്രദേശം അവരുടെ കയ്യിലുണ്ട്. ശരിയാണ്, അത് നമ്മൾ വീണ്ടും എടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പ്രതിജ്ഞയാണ്. അതിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് നാളെ. അതേപോലെ ഡോക്ലാമിന്റെ പ്രത്യേകത ഭൂട്ടാനും ഇന്ത്യയും ചൈനയും ചേരുന്ന ഒരു ത്രികോണമാണ്. അവിടെ ഡോക്ലാമിലേക്ക് സൈന്യം കടന്നു വന്നാൽ, ചൈനയുടെ പട്ടാളം കടന്നു വന്നാൽ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെടും. ഭൂട്ടാനെ കീഴടക്കാൻ ചിലപ്പോൾ ചൈനയ്ക്ക് കഴിയുമായിരിക്കും. ഇവിടെ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യ ആണ് ഭൂട്ടാന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. അവരുടെ പ്രതിരോധ സഹായിയാണ് ഇന്ത്യ. അപ്പൊ ഭൂട്ടാനെയും ഇന്ത്യയും വേർതിരിച്ചിട്ട് ഭൂട്ടാനെ കൈയടക്കാനാണോ ഇന്ത്യയിലേക്ക് കടക്കാനാണോ എന്ന് സംശയിക്കുന്ന വിധത്തില് ചൈന മുന്നേറ്റം നടത്തിയപ്പോ ഇന്ത്യൻ സൈന്യം അതിനെ എതിർത്ത് നിന്ന് പ്രതിരോധിച്ചു. ചൈനയ്ക്ക് പിന്നാക്കം പോകേണ്ടി വന്നു. ആ രാത്രിയില് അവിടെ യുദ്ധസമാനമായിട്ട് ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാര് പരസ്പരം തോക്കേത്തി നിൽക്കുന്ന രാത്രിയില് തലയിലും മുണ്ടിട്ട് ചൈനയുടെ എംബസിയിൽ പോയത് രാഹുൽ ഗാന്ധിയാണ്. ആരെയും അറിയിക്കാതെ പോയത്. അതൊരു രാജ്യദ്രോഹം അല്ലെങ്കിൽ പിന്നെ വേറെന്താ? എന്ത് ചർച്ച ചെയ്യാനാ രാഹുൽ ഗാന്ധി ചൈനയുടെ ശത്രു രാജ്യത്തിന്റെ എംബസിയിൽ അന്ന് രാത്രി പോയത്? അപ്പോൾ മോഡിയുടെ കീഴില് ഇന്ത്യ ശക്തി ആർജിക്കുന്നത് അത് വിവിധ മേഖലകളിൽ, ഇപ്പൊ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ ശക്തി ആർജിക്കുന്നത് തടയാൻ വേണ്ടി ലോകത്ത് ഒരുപാട് ശക്തികളുണ്ട്. ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളും മാത്രമല്ല, വികസിത രാജ്യങ്ങൾക്കും അസൂയയുണ്ട് ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഈ യാത്രയിൽ. അവിടെ കുഴപ്പമുണ്ടാക്കാൻ ചില രാജ്യങ്ങളും ചില നേതാക്കന്മാരും ശ്രമിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുകയാണോ, ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്, ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷ കക്ഷി ചെയ്യേണ്ടത്? ഇപ്പൊ ജോർജ് സോറോസ് ഗാങ് ഉണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യ വിരുദ്ധ ശക്തികളെ താലോലിക്കുന്ന, പണം കൊടുത്ത് സഹായിക്കുന്ന ഈ കേന്ദ്രം സോറോസ് ആണ്. പാർലമെന്റിലടക്കം അത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ സോറോസിന്റെ ഉറ്റ മിത്രമല്ലേ രാഹുൽ ഗാന്ധി? വിദേശത്ത് പോകുന്ന സമയത്തൊക്കെ രാഹുൽ ഗാന്ധി പോയി കാണുന്നത് ഈ സോറോസ് ഗാങ്ങിനെയല്ലേ? ഇന്ത്യയിൽ നടന്ന കർഷക പ്രക്ഷോഭം, അതിന്റെ പിന്നിൽ സോറോസിന് പങ്കുണ്ടായിരുന്നില്ലേ? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയില് ഈ സോറോസ് ഗാങ്ങിൽപ്പെട്ടവർ കൂടെ നടന്നിരുന്നു.
അപ്പൊ എത്ര താല്പര്യമാണ് ഈ BJP വിരുദ്ധ മോഡി വിരുദ്ധ ശക്തികൾ, ഇന്ത്യ വിരുദ്ധ ശക്തികൾ രാഹുൽ ഗാന്ധിയിൽ അർപ്പിക്കുന്നത്? എന്തൊരു പ്രതീക്ഷയാണ് അവർ അർപ്പിക്കുന്നത്? നേരത്തെ പെഗാസസിന്റെ വിവാദം വന്നിരുന്നു, ഫോൺ ചോർത്തുന്നത്. ആ വിവാദം ഉടലെടുത്തത് എവിടെയാ? ഈ സോറോസ് ഗാങ്ങും ഒക്കെ സംരക്ഷിച്ച് നിലനിർത്തുന്ന ചില വിദേശ മാധ്യമങ്ങളില്ലല്ലേ? അത് സുപ്രീം കോടതി തള്ളിയില്ലേ? സംശയമുണ്ടെങ്കിൽ ആരുടെ ഏത് ടെലിഫോണും ഏത് ഫോണും പരിശോധിക്കാനുള്ള അവകാശം സുരക്ഷാ ഏജൻസികൾക്കുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചില്ലേ? വേറൊന്ന്, നമ്മൾ അഡാനിയെ കുറിച്ച്, അഡാനിക്കെതിരായിട്ട് ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞൊരു ഒരു എന്താ പറയാ, ഒരു വെബ്സൈറ്റ്, ന്യൂസ് വെബ്സൈറ്റ് ആണ്. അവർ കള്ളക്കഥകൾ ചമച്ചു. അഡാനി ഒരു പബ്ലിക് ഇഷ്യൂവിന് പോകുന്ന സമയത്താണ് ഈ നീക്കം നടത്തിയത്. ആ ഇഷ്യൂ ഇന്ത്യയിൽ ഹൈലൈറ്റ് ചെയ്ത് വിവാദമുണ്ടാക്കിയത് കോൺഗ്രസുകാരില്ലേ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ. അഡാനി ഒരു വ്യവസായിയാണ്, നമുക്ക് അതിനോട് വേറെ പ്രതിബദ്ധതയൊന്നുമില്ല. പക്ഷെ ഈസ് ആൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ്. ഇന്ത്യയിലെ ഒരു വ്യവസായി ശക്തി പ്രാപിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താവ് ഇന്ത്യ മഹാരാജ്യമല്ലേ? അപ്പൊ കള്ളക്കഥ ചമച്ച് വിദേശത്തുള്ള ചില ഏജൻസികൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനോടൊപ്പം രാഹുൽ ഗാന്ധി നിന്നിട്ടുണ്ട് എപ്പോഴും. അതിന് അന്നത്തെ അമേരിക്കൻ ബൈഡൻ ഭരണകൂടത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടുന്ന സാഹചര്യം ഇന്നിപ്പോ വന്നിരിക്കുന്നു. കാരണം ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ ഹിൻഡൻബർഗുകാരൻ ഓഫീസൊക്കെ പൂട്ടി നാട് വിട്ടിട്ടുണ്ട്. ഇന്നാ ബോർഡില്ല, ഓഫീസില്ല, ഇടപാട് അവർ നിർത്തി, വെബ്സൈറ്റും കാണാനില്ല. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നത്? ആ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്നത് ബൈഡന്റെ കൂടെ സഹായത്തോടുകൂടി, അല്ലെങ്കിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഇന്ത്യ വിരുദ്ധരുടെ സഹായത്തോടു കൂടിയാണ് എന്ന് വേണ്ടേ വിചാരിക്കാൻ? അപ്പൊ ഈ നിലയില് രാഹുൽ ഗാന്ധി പലപ്പോഴും രാജ്യവിരുദ്ധമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. 2-3 ഉദാഹരണങ്ങളോടുകൂടി എനിക്ക് തോന്നുന്നു സൂചിപ്പിക്കുന്നത് നല്ലതാണ് എന്നാണ്. ഇപ്പൊ തുർക്കിക്കെതിരായിട്ട് നടപടി എടുത്ത സമയത്ത് രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് കണ്ടല്ലോ, തുർക്കിക്കെതിരായിട്ട് നടപടി പാടില്ല. ആ എയർപോർട്ടിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിക്ക് പെർമിഷൻ നിഷേധിച്ചപ്പോ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പ്രതികരിച്ചത് കോൺഗ്രസുകാരാ. തുർക്കി പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയാണ് എന്നത് മറക്കുകയല്ലേ അവരപ്പ ചെയ്തത്. അത് മാത്രമാണ് 2023 ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയിട്ട് അവിടുത്തെ അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു വന്ന, ഇവിടെ ഓപ്പോസിഷന്റെ വോയിസിന് ചെവി കൊടുക്കുന്നില്ല പ്രതിപക്ഷം, ജനാധിപത്യ അപകടത്തിലാണ്. അങ്ങനെ ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയിട്ട് പറയാം, അതൊരു സാമാന്യ മര്യാദയാണ്. കഴിഞ്ഞില്ല, 2023 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രസംഗത്തിന് പോയി രാഹുൽ ഗാന്ധി. അന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് ഇന്ത്യയിൽ ജനാധിപത്യ അപകടത്തിലാണ്, US ഇടപെടണമെന്നാണ്. ഇന്ത്യയിലെ ജനാധിപത്യം അപകടത്തിലാണെന്നും അത് രക്ഷിക്കാൻ അമേരിക്ക ഇടപെടണമെന്നും അമേരിക്കയിൽ പോയി പറയുന്ന ഒരാളെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കേണ്ടത്? 24 സെപ്റ്റംബറിൽ വീണ്ടും അമേരിക്കയിൽ ചെന്നിട്ട് പ്രസ്താവനയുണ്ട്, ഇന്ത്യയിൽ സിഖുകാരുടെ ഭാവി തുലാസിലാണ്, അപകടത്തിലാണ് എന്ന. അത് ആ ഖാലിസ്ഥാൻ വാദികൾക്ക് വേണ്ടിയിട്ടാണ്. അമേരിക്കയില് ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്ന, അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന ഖാലിസ്ഥാൻ വാദികളുടെ മൗത്ത് പീസ് ആയിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. യഥാർത്ഥത്തില് ഇന്ത്യയിൽ സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ കാലഘട്ടത്തിലല്ലേ, 1984 ഡൽഹിയിലെ സിഖ് കലാപം. ഇന്ദിരാഗാന്ധി മരിച്ചതിന് പിന്നാലെ ഇവിടെ സിഖുകാരെ മുഴുവൻ, എത്രായിരം സിഖുകാരെയാ ഡൽഹിയിലെ തെരുവേദികളിലിട്ട് കൂട്ടക്കൊല ചെയ്ത് തലവെട്ടി കൊന്നത് ഇവര്.
ലജ്ജയില്ലാതെ എന്നിട്ട് വിദേശത്ത് പോയിട്ട് ഇന്ത്യയിൽ സിഖുകാർക്ക് സുരക്ഷിതത്വം കിട്ടുന്നില്ല എന്ന് പറയുന്നു. അന്നത്തെ ഡൽഹി കലാപത്തിന് ഉത്തരവാദികളായ സജ്ജൻ കുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ശിക്ഷിച്ചത് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം രൂപീകരിച്ച CBIയുടെ SIT അവരെടുത്ത നടപടികളെ തുടർന്ന്. യഥാർത്ഥത്തില് ആ പാപഭാരം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ തലയിലും ഉണ്ട് എന്ന് വിചാരിക്കും ഇന്ത്യയിലെ സിഖുകാർ. അതാണ് സിഖുകാരുടെ മനോഭാവം. ഇന്ത്യയുടെ കോൺഗ്രസിന്റെ പോരാട്ടം ഇന്ത്യൻ സ്റ്റേറ്റിനെതിരാണെന്ന് വരെ പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതൊക്കെ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹത്തിന്റെ പട്ടികയിൽ പെടുത്താവുന്നതല്ലേ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ വിലയിരുത്തട്ടെ. അത്രമാത്രം അപകടകരമായ സമീപനം കൈക്കൊള്ളുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എനിക്ക് തോന്നണില്ല വേറൊരു രാജ്യത്തും ഉണ്ടാകുമെന്ന്. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ? രാഷ്ട്രീയമായ പരാജയമല്ലേ? പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പലവട്ടം രംഗത്തു 2014 മുതൽ. ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തോറ്റു. സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന അനവധി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ്. ദയനീയമായിട്ട് തോറ്റു. 2024 തെരഞ്ഞെടുപ്പില് വീണ്ടും തോറ്റു തുന്നമ്പാടി. കോൺഗ്രസിന് കിട്ടിയ 99 സീറ്റാണ്. 537 MP-മാരുള്ള ലോകസഭയിൽ 99 സീറ്റ് കിട്ടിയിട്ട് അത് വിജയമാണെന്ന് പറഞ്ഞ് നാട്ടിൽ തെറ്റിത്തിരിഞ്ഞ് നടന്ന നേതാവാണ് അദ്ദേഹം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? അത് ലോകം കാണട്ടെ, രാജ്യം ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഇത്തരം രാജ്യദ്രോഹ നിലപാടുകൾ എടുക്കുന്നത് ഇന്ത്യയുടെ സ്വഭാവമല്ല, ഇന്ത്യയുടെ സംസ്കാരമല്ല എന്നതുകൂടി ഓർമ്മിപ്പിക്കുക. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പരാജയം മറച്ചുവെക്കാനുള്ള അദ്ദേഹത്തിന്റെ ചില വില കുറഞ്ഞ പരാമർശങ്ങളായി മാത്രമേ ഇന്ത്യക്കെതിരെ ജയശങ്കറിനെതിരെയൊക്കെയുള്ള വിമർശനങ്ങളെ കാണാൻ സാധിക്കൂ എന്നതാണ് വ്യക്തമാണ്. സാർ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.